ദൈവം സൃഷ്ടിച്ച ആദ്യ പുരുഷനും സ്ത്രീയുമായ ആദത്തിനും ഹവ്വയ്ക്കും വസിക്കാനായി നൽകിയ ഏദൻ തോട്ടത്തെ സംബന്ധിച്ച് പുതിയ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ്. സകല സൗഭാഗ്യങ്ങളുടെയും പർദീസി എന്ന് ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തിയിൽ പ്രതിപാദിക്കുന്ന ഏദൻ തോട്ടം ഇന്നത്തെ ഇറാഖിലാണ് സ്ഥിതി ചെയ്തിരുന്നതെന്നാണ് ഇതുവരെയും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ശാസ്ത്രീയ പഠനങ്ങളുടെ പിൻബലത്തിൽ ഈ പൊതുധാരണയെ തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് ഗവേഷകനായ ഡോക്ടർ കോൺസ്റ്റാന്റിൻ ബോറിസോവും സംഘവും. ഏദൻ തോട്ടം നിലനിന്നിരുന്ന ഇടം ഇന്നത്തെ ഈജിപ്തിലാണെന്നാണ് ഇവർ തെളിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ബൈബിൾ, മധ്യകാല പണ്ഡിതന്മാരുടെ കൃതികൾ, ഭൂപടങ്ങൾ, സമകാലിക ഗവേഷണങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ എന്നിവ ഉപയോഗിച്ച് ആഴത്തിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരമൊരു വാദം ഉയർത്തുന്നത്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തക പ്രകാരം ആദിമ ദമ്പതികളായ ആദത്തിനും ഹവ്വായ്ക്കുമായി ദൈവം നൽകിയ ഏദൻ തോട്ടം നനയ്ക്കാൻ ഒരു നദിയുണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് ആ നദി 4 കൈവഴികളായി പിരിയുന്നു. അങ്ങനെ ഒഴുകിയ ആദ്യത്തെ നദിയുടെ പേരാണ് പിഷോൺ. രണ്ടാമത്തെ നദി ഗിഹോണും, മൂന്നാമത്തേത് ടൈഗ്രീസും, നാലാമത്തേത് യൂഫ്രട്ടീസുമാണെന്നും ബൈബിൾ പ്രതിപാദിക്കുന്നു. ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികൾ ഇറാഖിലൂടെ ഒഴുകുന്നവയായതിനാൽ ഏദൻ തോട്ടം സ്ഥിതി ചെയ്തിരുന്നത് അവിടെയായിരുന്നെന്നാണ് പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇറാനും മംഗോളിയയും മുതൽ ഫ്ലോറിഡ വരെയാണ് ഏദൻ തോട്ടം വ്യാപിച്ചു കിടന്നതെന്ന വാദഗതികളും പല കാലങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയയിലാണ് ഏദൻ തോട്ടം നിലനിന്നിരുന്നതെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ ഡോക്ടർ കോൺസ്റ്റാന്റിൻ ബോറിസോവ് വിശദീകരിക്കും പ്രകാരം മധ്യകാല യൂറോപ്യൻ ലോക ഭൂപടങ്ങൾ പരിശോധിച്ചാൽ ഓഷ്യാനസ് എന്ന നദിയാൽ ചുറ്റപ്പെട്ട ഒരു ഭൂപ്രദേശം കാണാനാകും. അതിന്റെ ഏറ്റവും മുകളിലായാണ് പറുദീസ അഥവാ ഏദൻ സ്ഥിതി ചെയ്തിരുന്നത്. BC 500 ഭൂപടത്തിൽ ഓഷ്യാനസ് എന്ന പ്രധാന നദിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നൈൽ, ടൈഗ്രീസ്, യൂഫ്രട്ടീസ്, സിന്ധു എന്നീ നദികൾ കാണാനാകും. അതിനാൽ ഏദനിൽ നിന്നും ഓഷ്യാനസ് നദി നൈൽ, ടൈഗ്രീസ്, യൂഫ്രട്ടീസ്, സിന്ധു എന്നീ 4 നദികളായി ഒഴുകുന്നു എന്നതിനാൽ തന്നെ ഏദൻ തോട്ടം ഇന്നത്തെ ഈജിപ്തിലാണ് നിലനിന്നതെന്നാണ് ബോറിസോവ് പറയുന്നത്. ഈജിപ്തിലെ ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് നിലനിൽക്കുന്നിടത്ത് ഒരു കാലത്ത് ഒരു വൃക്ഷമുണ്ടായിരുന്നുവെന്നും അതിലെ ഫലങ്ങൾ കഴിക്കുന്നവർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്തിരുന്ന ജീവവൃക്ഷമായിരുന്നു അതെന്നും കോൺസ്റ്റാന്റിൻ ബോറിസോവ് പറയുന്നു. ഏദൻ തോട്ടത്തിൽ നിലനിന്നിരുന്ന ജീവവൃക്ഷമാണ് അവിടെ നിലനിന്നിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നും അവിടെ വൻതോതിലുള്ള ഊർജ്ജപ്രവാഹം നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. എന്തുതന്നെയായാലും ഏദൻ തോട്ടം യഥാർത്ഥത്തിൽ നിലനിന്നിരുന്നോ എങ്കിലത് ഭൂമിയിൽ എവിടെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച പഠനങ്ങൾക്ക് ഡോക്ടർ കോൺസ്റ്റാന്റിൻ ബോറിസോവിന്റെയും സംഘത്തിന്റെയും ഗവേഷണ വിശദീകരണങ്ങളോടെ അന്ത്യമായിട്ടില്ല. ഏദൻ തോട്ടം ഈജിപ്തിലാണ് നിലനിന്നിരുന്നതെന്ന ഇവരുടെ വാദങ്ങൾ ഏദൻ തോട്ടത്തെ സംബന്ധിച്ച പുതിയ പഠനങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.